ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. അതിന് നമ്മൾ എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് നട്ട്സും സീഡ്സും ആണ്. അതിൽ ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രസീൽ നട്ട് ഉണ്ട്, പിസ്താഷ്യൂസ് ഉണ്ട്, ആമണ്ട്സ് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, പിന്നെ വാൾനട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ബ്രസീൽ നട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തൈറോയ്ഡ് ഉള്ളവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഒരെണ്ണേ കഴിച്ചാൽ മതി. അതാണ് നമ്മുടെ റെക്കമെൻഡഡ് ഡെയിലി ഇൻടേക്ക്. അതല്ലാതെ പിസ്താഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 5 പിസ്താഷ്യൂസ് കഴിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന പീക്കൻ നട്ട് ഒരു 2 ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, സെസമി സീഡ്സ് ബ്ലാക്കും വൈറ്റും ഉണ്ട്, ചിയ സീഡ് ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്. ഇതാണ് സീഡ്സ് ഐറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആപ്രിക്കോട്ട്, ബ്ലൂബെറീസ്, ആപ്പിൾ, പെയർ, പിന്നെ മാംഗോസ്, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ്. ബനാന ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പക്ഷേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് യോഗേർട്ടാണ്. അത് കട്ടിയുള്ള യോഗേർട്ടായിരിക്കണം. ഗ്രീക്ക് യോഗേർട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാക്കുന്ന യോഗേർട്ട് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കട്ടി ഉണ്ടാവണം. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇതല്ലാതെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഇതാണ് ഇതിൻ്റെ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുമ്പോൾ ഓട്സ് ആണല്ലോ എൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഓട്സ് പല ടൈപ്പ് ഉണ്ട്. ഇത് പോറിഡ്ജ് ഓട്സ് ആണ്. പോറിഡ്ജ് ഓട്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് നന്നായിട്ട് സോക്കായിട്ട് പെട്ടെന്ന് ഇതങ്ങ് ഇതുമായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അതുകൊണ്ട് ഇത് ചെയ്യാം. ഇതല്ലാതെ റോൾഡ് ഓട്സ് ഉപയോഗിക്കുന്നവരുണ്ട്. കുറച്ചൊരു ക്രിസ്പി ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരൊക്കെ റോൾഡ് ഓട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ നട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാറുണ്ട്. അതല്ലാതെ നമുക്ക് വേണ്ടത് ഹണിയാണ്. ഇത് ഓപ്ഷണലാണ്. ഹണി യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഷുഗർ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് വേണം എന്നുള്ളവർ മാത്രം ഹണി യൂസ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് പൗഡേഴ്സ് ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു ചെറിയ കണ്ടെയ്നർ ഉണ്ട്. ഇതാണ് ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ. അപ്പോൾ ഇതൊരു 300 ml ബോട്ടിലാണ്. ഇത് ഞാൻ റേഞ്ചിൽ നിന്ന് വാങ്ങിച്ചത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഫുഡ് എപ്പോഴും അപ്പീലിംഗ് ആയിരിക്കണം. കാണുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നണം. അപ്പോഴാണ് ഫുഡ് എപ്പോഴും ഒരു നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു അപ്പീൽ കിട്ടാൻ വേണ്ടി ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഈ ബോട്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എല്ലാവരും ഗ്ലാസ്സിൽ തന്നെ ഉണ്ടാക്കണമെന്നല്ല, അത് ഒരു കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇത് മിക്സ് ചെയ്തുണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് മിക്സ് ചെയ്തുണ്ടാക്കുന്നതിനെക്കാട്ടിൽ ലെയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വാഷ് ചെയ്തൊരു കണ്ടെയ്നർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഓട്സ് ഇടുക. കണ്ടോ, ഒറ്റ സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇടുക. അടിഭാഗത്ത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിടുക. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ യോഗട്ടിൽ ഒരു സ്പൂണ് ഇടാം. അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നുമില്ല. ഇതാണ് എനിക്ക് അപ്പീലിങ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് മാംഗോസ്, ഞാനിത് എപ്പോഴും ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബ്ലൂബെറി, ആപ്രിക്കോട്ട്, ആപ്പിൾസ്, പെയർ. ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ വാട്ടർ കണ്ടൻറ്റും ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ആവാനായിട്ട് സഹായിക്കും. പിന്നെ കുറച്ച് സെസമി സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്സ്, നട്ട്സ്. ഒരു ലെയർ കഴിഞ്ഞു നമ്മുടേത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹണി യൂസ് ചെയ്യണം എന്നുള്ളവരുടെ മാത്രം ഹണി യൂസ് ചെയ്യുക, അല്ലാത്തവർ ഹണി യൂസ് ചെയ്യേണ്ട. അപ്പം ഞാനിപ്പം ഹണി സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഹണി ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ
ഷുഗർ കഴിവതും നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ ഇട്ടു. ഇനി ഇതിനകത്ത് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ പൗഡേഴ്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ആ പൗഡേഴ്സിൽ ഒരു പൗഡറാണ് സിന്നമൺ പൗഡർ. ഇത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചതാണ്. അത് കുറച്ച്, ആ കറുവപ്പട്ടയുടെ അതിശയമായിട്ടുള്ള ഇത് വേണ്ട, കുറച്ച് ഒരു പിഞ്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ സിന്നമൺ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഒരു പിഞ്ച് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള ഇതാണ്. എനിക്കിഷ്ടമാണ് സിന്നമണിൻ്റെ ടേസ്റ്റ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പം ഇത് കുറച്ചാണ് ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എന്താണെന്നറിയോ, ഇത് ഡ്രം സ്റ്റിക്ക് ലീവ്സിൻ്റെ ഇല പൊടിച്ചതാണ്. അതായത് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയില്ലേ, മുരിങ്ങേൻ്റെ ഇല തണലത്തിട്ട് ഉണക്കി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നല്ലൊരു സാധനമാണ്, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതും ഞാനൊരു പിഞ്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് ആഡ് ചെയ്തു. അതിനുശേഷം ഇനി നെക്സ്റ്റ് ലെയർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ യോഗട്ടിലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ലെയർ യോഗട്ട് ആഡ് ചെയ്യുന്നു. യോഗട്ട് ലോ ഫാറ്റ് യോഗട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ലോ ഫാറ്റ് യോഗട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ ഓട്സ്. ഇത്രയും ഓട്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഓട്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മാത്രമാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് യോഗട്ട്. നെക്സ്റ്റ് വീണ്ടും അടുത്തൊരു ലെയറായിട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. അപ്പോൾ ആപ്പിൾ ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്, പെയർ ഇട്ടിട്ടുണ്ട്. പെയർ നന്നായിട്ട് പഴുത്ത പെയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ മാംഗോസ്, അതിനുശേഷം ആപ്രിക്കോട്ട്, പിന്നെ നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന നട്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ വായ വരെ, ഈ ബോട്ടിലിൻ്റെ ഏറ്റവും വായ ഭാഗം വരെ ഇത് നിറഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ ഇത് സോക്കായി വരുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കരമായിട്ട് താഴേക്ക് പതുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇളക്കി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്തൊരു ലെയർ യോഗട്ടും കൂടെ ആഡ് ചെയ്യാണ്. ഈ ഫ്രൂട്ട്സിനകത്തുള്ള ഇത് തന്നെ, ആ സ്വീറ്റ്നെസ് തന്നെ മതി നമുക്ക്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ സ്വീറ്റ്നെസ് ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ കുറച്ചുകൂടെ സ്വീറ്റ്നെസ് ആണ് അപ്പീലാവുന്നത് എന്നുള്ളവർ ഹണി ആഡ് ചെയ്തോളൂ. ഹണിയാണ് ഇച്ചിരൂടെ നല്ലൊരു ഓപ്ഷൻ. ഹണി ഹെൽത്തി ഓപ്ഷനാണെന്ന് ഞാൻ പറയത്തില്ല, ഇച്ചിരൂടെ നല്ല ഓപ്ഷനാണ് ഹണി. അങ്ങനെ ഞാൻ പറയുള്ളൂ. സോ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഞാനിതിൻ്റെ സൈഡ് കാണിച്ചു തരാം. പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു അപ്പീലാണ്. ഇത് കാണുമ്പോൾ എന്താണ് ഈ ഐറ്റം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ഒന്ന് കഴിച്ചു നോക്കാം, അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നില്ലേ? അതാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ് ഇത് ടേസ്റ്റ് ഇല്ലെന്നല്ല, ആ ഫുഡ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറൊരിത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇരിക്കുന്നത്. ഇനി നമ്മളിത് പുറത്തല്ല, ഇത് ഫ്രിഡ്ജിനകത്താണ് വെക്കേണ്ടത്. ഓവർനൈറ്റ്, അതായത് നൈറ്റ് ഫുള്ള് ഇത് ഫ്രിഡ്ജിലിരിക്കും. രാവിലെ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത്, ഇപ്പം ഫാസ്റ്റിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർ, അവർക്കിത് ലഞ്ചിന് കഴിക്കാം. എപ്പോഴാണോ കഴിക്കാൻ ഫീൽ ചെയ്യുന്നത് ആ സമയത്തിനൊരു അരമണിക്കൂർ മുമ്പ് നമ്മളിതെടുത്ത് വെളിയിൽ വെക്കുക. കാരണം അത്രയും തണുപ്പോടുകൂടി നമ്മൾ ഈ വെജിറ്റബിൾസ് കഴിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ എടുത്ത് വെളിയിൽ വെക്കേണ്ടത്. പിന്നെ ഒത്തിരി ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്ത് വെളിയിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് കഴിച്ചു നോക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കിയിട്ട് പ്ലീസ് കമൻറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഷുവറാണ്. സോ hope you're gonna enjoy. Love you all. Bye bye.